രാഹുൽ മങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഉടൻ വരും. അടച്ചിട്ട മുറിയിൽ വിശദമായ വാദം നടക്കുകയാണ്. നിർബന്ധിത ഗർഭചിത്രത്തിന് കൂടുതൽ തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്നു. ഗർഭചിത്രത്തിന് ആത്മഹത്യാ ഭീഷണി മുഴക്കി വരെ നിർബന്ധിച്ചു എന്നുള്ള ഗുരുതരമായ തെളിവുകളാണ് ഹാജരാക്കിയിരിക്കുന്നത്. അതിനു മുമ്പുള്ള ഡിജിറ്റൽ ചാറ്റുകളുടെ രേഖകൾ ഉൾപ്പെടെ തെളിവുകൾ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്നു. എന്നാൽ രാഹുൽ മങ്കൂട്ടത്തിലിന്റെ പ്രതിഭാഗത്തു നിന്ന് ഇന്നുണ്ടായത് അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയാണ് ഇന്ന് പ്രധാനമായിട്ട് പ്രതിഭാഗം ഉയർത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം പോലും അതിൽ കോടതി അത് ഒന്നും പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഒരുപക്ഷെ ആദ്യം വരുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിധിയായിരിക്കും. എന്തായിരിക്കും അറസ്റ്റ് തടയുന്നതിൽ കോടതി തീരുമാനിക്കുക എന്നറിയേണ്ടതുണ്ട്. മറ്റൊന്ന്, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള, അതായത് ഗർഭചിത്രമാണ് ആ കേസുമായി ബന്ധപ്പെട്ട് എഫ്ഐആറിൽ ഏറ്റവും ബലമുള്ള, പ്രോസിക്യൂഷനെ സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചിരിക്കുന്ന ഒരു വകുപ്പ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, കൂടുതൽ തെളിവുകൾ പ്രോസിക്യൂട്ടറിന് ഹാജരാക്കാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. വിജിൻ വായന്തോട് ചേരുന്നുണ്ട്. വിജിൻ, ഏതാണ്ട് ഒരു മണിക്ക് മുമ്പ് വിധി ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അത് ആദ്യം അറസ്റ്റിന്റെ കാര്യത്തിലായിരിക്കുമോ കോടതി പരിഗണിക്കുക, ഇല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധിയായിരിക്കുമോ ഒരു മണിക്ക് മുൻപ് വരാൻ സാധ്യത? തന്നെ നിലവിൽ എന്തായാലും വാദം പൂർത്തിയായി കഴിഞ്ഞു. ആദ്യം അറസ്റ്റ് തടയണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലെ വിധിയാണ് വരിക. ഒരു മണിയോടുകൂടി തന്നെ വിധി വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള വിധി വരാൻ വൈകുമോ എന്ന ഒരു സംശയം കൂടിയുണ്ട്. നിലവിൽ കോടതിയിൽ നിന്ന് അതിന്റെ വിവരങ്ങൾ ലഭിക്കുന്നില്ല. എന്തായാലും ഇപ്പോൾ അറസ്റ്റ് തടയണമെന്ന് ഇന്ന് നൽകിയ ഹർജിയിൽ വിധി പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ അറസ്റ്റ് തടയുകയാണെങ്കിൽ അത് രാഹുലിന് വലിയ ആശ്വാസമാകും. അറസ്റ്റ് തടയുന്നില്ലെങ്കിൽ അത് രാഹുലിന് തിരിച്ചടിയാകും. മുൻകൂർ ജാമ്യാപേക്ഷ സ്വാഭാവികമായും തള്ളാനുള്ള സാധ്യതയാകും ഉണ്ടാവുക. നിലവിൽ എന്തായാലും രാവിലെ മുതൽ കഴിഞ്ഞ ദിവസം വാദം തുറന്നപ്പോൾ പ്രതിഭാഗവും ഒപ്പം തന്നെ പ്രോസിക്യൂഷനും ഈ പലതരത്തിലുള്ള രേഖകൾ ഉൾപ്പെടെ നൽകിയാണ് ഇക്കാര്യത്തിൽ വാദങ്ങൾ അവതരിപ്പിച്ചത്. പക്ഷേ ഇന്നുകൂടി തുടർവാദം വേണമെന്ന ആവശ്യം, കൂടുതൽ രേഖകൾ ഹാജരാക്കണം എന്ന ആവശ്യം, അത് പ്രോസിക്യൂഷനായിരുന്നു കോടതിയിൽ ആവശ്യപ്പെട്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കൂടുതൽ രേഖകൾ ഹാജരാക്കുകയും ഒപ്പം തന്നെ വാദം നടക്കുകയും ചെയ്തത്. പ്രതിഭാഗത്തിന്റെയും ഒപ്പം തന്നെ പ്രോസിക്യൂഷന്റെയും വാദങ്ങൾ നിലവിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിലാണ് പ്രതിഭാഗം ഇങ്ങനെ ഒരു അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി കൂടി സമർപ്പിച്ചത്. ഇന്നലെ കോടതി കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ അറസ്റ്റ് തടയണം, വിധി വരുന്നതുവരെ അറസ്റ്റ് തടയണം എന്ന ആവശ്യം ഈ പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയത് അറസ്റ്റ് തടയണം എന്ന് പറയാൻ, അതിൽ തീരുമാനമെടുക്കാൻ തനിക്ക് ആകില്ല എന്നുള്ളതാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കിയത്. അത് പോലീസിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമാണ്, അതിൽ ഇടപെടാൻ കഴിയില്ല എന്ന വാദമായിരുന്നു ആ സമയത്ത് പ്രോസിക്യൂഷൻ നിരത്തിയത്. എന്തായാലും അതിൽ പക്ഷേ ഇടപെടാൻ കോടതി ആ ഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല. അതിന്റെ ഇടയിലാണ് നിലവിൽ ഇന്ന് ഒരു പടി കൂടി കടന്ന് അറസ്റ്റ് തടയണം, വിധി വരുന്നതുവരെ അറസ്റ്റ് തടയണം എന്നുള്ള ആവശ്യം കോടതിയിൽ ഹർജിയായി തന്നെ സമർപ്പിച്ചത്. അതിന്റെ ഭാഗമായിട്ടുള്ള വിധിയാണ് അല്പസമയത്തിന് അകം വരിക. എന്തായാലും അറസ്റ്റ് തടയുന്നില്ലെങ്കിൽ അത് രാഹുലിന് വലിയ തിരിച്ചടിയാകും. ഒപ്പം തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ കൂടി തള്ളാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ എത്തുക. ഇന്ന് ഇപ്പോൾ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിരിക്കുന്നത് പ്രധാനമായും ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധവും ഒപ്പം തന്നെ ഈ ഗർഭചിത്രം നടത്താൻ താൻ നിർബന്ധിച്ചിട്ടില്ല എന്നുള്ള രാഹുലിന്റെ കയ്യിലുള്ള ചാറ്റുകളുമാണ് നിലവിൽ ഉണ്ടായിരുന്ന പ്രതിഭാഗം സമർപ്പിച്ചത്. അതിനുശേഷം അതിനെ ഗണ്ണിക്കുന്ന വാദങ്ങളാണ് നിലവിൽ ഇപ്പോൾ പ്രോസിക്യൂഷൻ ആ ചാറ്റുകൾക്ക് മുമ്പും പിൻപുമുള്ള ചാറ്റുകൾ നൽകിക്കൊണ്ട് കോടതിയിൽ ആ വാദങ്ങൾ അവതരിപ്പിച്ചത്. ഈ കാര്യത്തിലെല്ലാം എന്ത് തീരുമാനം കോടതി എടുക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ഉള്ള 4 ദിവസങ്ങളിലാണ് നിലവിൽ ഈ ബെഞ്ച് അവധിയായിരിക്കുന്നത്. അത് ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായി ജഡ്ജി തന്നെ അവധിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ വിധി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി 1 മണിയോടുകൂടി ഉണ്ടാകാൻ പോകുന്ന വിധി അത് അറസ്റ്റ് തടയണം എന്ന ഹർജിയിലായിരിക്കും. അതിനുശേഷം ഒരുപക്ഷെ വൈകിട്ട് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അങ്ങനെ വിധി പറയുന്നില്ലെങ്കിൽ കൂടുതൽ ദിവസത്തിലേക്ക് ആ ഹർജി മാറാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ജഡ്ജ് എത്തുമോ എന്നുള്ളതാണ്. നിലവിൽ എന്തായാലും ഇപ്പോൾ വാദം പൂർത്തിയാക്കി ഈ ജഡ്ജ് അവരുടെ ചേംബറിൽ നിലവിൽ ഇപ്പോൾ ഈ രേഖകളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ട്രയലിന് സമാനമായ നിലയിൽ ഉള്ള വാദപ്രതിവാദങ്ങളും ഒപ്പം തന്നെ രേഖകളുടെ പരിശോധനയും ഒക്കെയാണ് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 ദിവസമായി തുടരുന്ന ഈ മുൻകൂർ ജാമ്യ ഹർജിയിലെ വാദങ്ങളും ഒപ്പം തന്നെ അതിനോട് അനുബന്ധിച്ചുള്ള രേഖകളുടെ പരിശോധനയുമൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഈ രണ്ടാമത്തെ ഹർജിയിലെ വിധി എന്താകും എന്നറിയാം. അതിനുശേഷമായിരിക്കും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നോ അല്ലെങ്കിൽ രാഹുലിന് മുൻകൂർ ജാമ്യം ലഭിക്കുമോ എന്ന കാര്യം വ്യക്തമാകുന്നത്.